ദിഗദാനാദീം താന ദിഗദാനാദീം താന ദിഗദാനാദീം താന ക്യൂട്ടി പായ്. സുഖാണോ കുട്ടി എന്റെ കൺമണി ആണോ? ഈ വാസക്കുട്ടിയുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ശബ്ദം മനസ്സിൽ നിന്ന് പോകില്ല കേട്ടോ. പോവില്ല. അതെ, ഇങ്ങനെ ഒരു കിടപ്പാ. ആരാ കിടക്കുന്നത്? ശബ്ദം ആരുടെ? വാസക്കുട്ടിയുടെ. ഒരു രക്ഷയില്ലടാ. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഞാനത് പറഞ്ഞോണ്ടേ ഇരിക്കണേടാ. എന്താണ് വാസുകുട്ടിയുടെ വിശേഷം? ഒന്നുമില്ലേ വിശേഷം? അതെന്തോ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ സ്പെഷ്യൽ വിശേഷം ഒന്നുമില്ല. ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ല വാസുകുട്ടിയുടെ? ഒന്നുമില്ല. ഉടുപ്പിന്റെ കാര്യം നീ പുതിയ ഉടുപ്പാണോ? പുതിയ ഉടുപ്പാണോ? ഇത് തയ്ച്ചു ഉടുപ്പാണ്. കടയിൽ നിന്ന് വെറുതെ പോയി വാങ്ങിയതല്ല. പാവാടയാണോ? അത് പാവാടയല്ലേ? അത് സർപ്രൈസ്. അത് പാന്റായിരുന്നു. അയ്യോ, പറ്റിച്ചു കളഞ്ഞല്ലോ. കണ്ടാ പറയില്ല കേട്ടോ പാന്റാന്ന്. ഞാൻ ഇന്നത് ഡ്രസ് മാറി കഴിഞ്ഞിട്ട് എല്ലാരും ചോദിക്കും ഇത് പാവാടയല്ല, അല്ല ഇത് പാന്റാന്ന്. ഷോ എല്ലാരും പറ്റിച്ചിട്ടാണ്. പറ്റിച്ചു എല്ലാരും. വാസുകുട്ടി വീട്ടിലൊന്നും പോയില്ലേ? വീട്ടില് പോയില്ല, അതിനു മുമ്പ് വിളിച്ചു. ഇങ്ങോട്ടേക്ക് വിളിച്ചു ഇങ്ങോട്ടേക്ക് പോകാൻ പോലും രാഘു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നമുക്ക് പാട്ട് കേൾക്കണ്ടേ? അമ്മ പറഞ്ഞിട്ടാ. അമ്മ ബിഎഡിന് പോകണ്ട. അപ്പൊ അതിന് അടുത്ത ഗ്രൂമിങ് തുടങ്ങണ അന്ന് ഫസ്റ്റ് ഡേ അമ്മയ്ക്ക് പോകണം. ബിഎഡ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കുന്നതിനാണ് ബിഎഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ ബിഎഡ് എന്ന് പറയുന്നത് അല്ല. പിന്നെന്താണ്? ഇവര് വിളിക്കുമ്പോ ഇനി അടുത്ത ഷെഡ്യൂൾ വിളിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വരാൻ പറ്റില്ല, കാരണം ബിഎഡിന് പോകണം. അതുകൊണ്ട് നേരത്തെ നമുക്ക് ബിഎഡിന് പോകണം. ചേച്ചി ബിഎഡ് ആണോ ചെയ്യുന്നത്? അതാണ് ബിഎഡിന് അമ്മ പഠിക്കുക ചെയ്യുന്നത്. അത് ഏത് കോളേജിലാ? തമിഴ്നാട്ടില്. തമിഴ്നാട്ടിലാണ് ബിഎഡിന് പോകുന്നത്. കാറൊക്കെ ഉണ്ടാക്കിണ്ട് അവിടുന്ന്, സ്കൂളിന്ന് കാറൊക്കെ ഉണ്ടാക്കിണ്ട്. കാറ് ക്രാഫ്റ്റ് സാധനങ്ങൾ ചെയ്യാറുണ്ട്. മീൻസ് ഒരു കാറ്. അപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ് പഠിക്കുന്നത്? കോയമ്പത്തൂര്. കാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വല്ലതും. അതെങ്ങനെയാ ചേച്ചി ബിഎഡിന് കാർ ഉണ്ടാക്കിയത്? കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അല്ലെ? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ആ ക്രാഫ്റ്റ് അത് പഠിക്കണം. അതൊരു ക്രാഫ്റ്റ് ആണല്ലോ. പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ക്രാഫ്റ്റ് ആണ്. ടീച്ചിങ് ഇസ് എൻ ആർട്ട് അല്ലെ? ഇഷ്ടമാണ് ടീച്ചിങ്? ഇഷ്ടമാണ്. നമ്മ ടീച്ചിങ്ങിനല്ല പോണ, പഠിക്കാനാ പോണ. അതൊരു പുതിയ അറിവാണ്. അതായത് ബിഎഡിന് നമ്മൾ പോകുന്ന വെച്ചാൽ പഠിപ്പിക്കാന്നല്ല, ബിഎഡിന് പോകുന്നത് പഠിക്കാനാണ് പോകുന്നത്. പാട്ട് പാടണ്ടേ? അതെ. അത് നമുക്ക് പഠിക്കാൻ പോണോ? പാട്ട് പാടണം. അപ്പൊ എനിക്കറിയാം പാട്ട് ഏതാണെന്ന് അറിയാം. കണ്ണിനുള്ളിൽ വാസു കൺമണി. മോളെ, ഈ പാട്ട് ആരാ ഉണ്ടാക്കിയത്? ഈ അങ്കിള് എത്ര പാട്ടാ ഉണ്ടാക്കിയിട്ടില്ലല്ലേ? അറിയോ മോൾക്ക് എത്ര പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ? ഇതിനൂടെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്റെ ഫേവറേറ്റ്, അതുകൊണ്ട് ഞാൻ പറയും. 100 പാട്ട് ഉണ്ടാക്കിയിട്ടില്ലേ? ഒന്ന് ചോദിച്ചു നോക്കൂ അങ്കിളിനോട്. ഇതുവരെ എത്ര പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ചോദിക്കൂ സിനിമയ്ക്ക് വേണ്ടി. എല്ലാം കൂടെ എനിക്കാണ് സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു 600 പാട്ട് ഉണ്ടാവുമായിരിക്കും. ബാക്കി എല്ലാം കൂടെ ചേർത്തൊരു more than 1000 കാണുമായിരിക്കും. ഞാൻ എണ്ണിയൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എഴുതിയതാരാണ്? എഴുതിയത് രാജീവ് സാർ. രാജീവ് നായരാണ് ഇത് എഴുതിയത്. ഇപ്പൊ നമ്മുടെ സാഹിബ ആ പാട്ടൊക്കെ അതൊക്കെ രാജീവ് എഴുതിയ പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പല പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഹിറ്റ് അല്ലേ? വളരെ ആ കാലത്ത് VKP ആണ് ഇതിന്റെ ഡയറക്ടർ ഈ സിനിമയുടെ. ട്രിവാൻഡ്രം ലോഡ്ജ് എന്നുള്ളത്. അപ്പൊ വാസുകുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ
അല്ലൂടാ എന്തോ ഭയങ്കര ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹൈലൈറ്റ് എവിടെ അറിയാമോ? മറ്റേ കിന്നാര പൂങ്കുഴൽ പാട്ടു നീ. അല്ല ആ ഒരു സംഗതി പാടിയില്ലേ, എന്നാളും എൻ കളിത്തോഴി നീ. ഒറ്റ ഞെട്ടലായിരുന്നു. പിന്നെ ചെറുപറവ, അതെങ്ങനെയാ? ചറപറാന്ന് കേക്കണേ. അത് കൊള്ളായിരുന്നു. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഭയങ്കര ക്യൂട്ടായിരുന്നു. അതുപോലെ ഒളി വീശാം അങ്ങനെ പാടിയില്ലേ മന്ദാര. എനിക്ക് വയ്യ. ഇതൊക്കെ ഭയങ്കര രസമായി പാടി. ഇപ്പൊ നമ്മുടെ പാട്ടിലെ കൂട്ടുകാരി ആരാണ്? സൂപ്പറായിട്ടാ. ആദ്യം പറഞ്ഞില്ലേ അത്രയും പ്രാക്ടീസ് ഒന്നും കിട്ടിയില്ല. ഇങ്ങനെയാണ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇത്രയും പാടുമെങ്കിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എത്ര പാടും. ഗംഭീരാണ് കേട്ടാ. ആ ശബ്ദമാണ് ഇങ്ങനെ ലിങ്കർ ചെയ്യുന്നത്. ആ ശബ്ദം നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തറച്ച് കയറും, പിന്നെ അവിടെ അങ്ങനെ ഇരിക്കും. വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ പാടിയിട്ട്? കരയിപ്പിക്കാൻ നോക്കിയോ? ഈ പാട്ട് പാടി കരയിപ്പിക്കാൻ. ആരാ ആദ്യം കരയെന്ന് വിചാരിച്ചേ പാട്ട് കേട്ടിട്ട്? ഞാനോ? MJ അങ്കിൾ. ഞാൻ കരഞ്ഞേ. ഭയങ്കര കരച്ചിലായിരുന്നു. പുറമെ ഇങ്ങനെ ചിരിക്കുന്നേ ഉള്ളൂ. എന്തിനാ MJ അങ്കിളിനെ കരയിപ്പിക്കണം? അതാ MJ അങ്കിളിനെക്കാട്ടും നന്നായി പാടാൻ നോക്കിയതാ. അങ്കിളെക്കാളും നന്നായിട്ട് പാടി കേട്ടോ, ഒരു സംശയമില്ല. കരയും ചെയ്തു. അതെ, ഉള്ളിൽ. ഇനി ആര് ചേച്ചി കരയും? നെക്സ്റ്റ് പൊട്ടിക്കരയാണ്. പൊട്ടിച്ചിരിക്കല്ലേ? കണ്ണാടി വെച്ചിരിക്കുന്നവരെ കാണാത്തതാ. അതെ, അസാധ്യമായിട്ട് പാടി മോളെ. താങ്ക് യു. ഈ ഒരു പാട്ട് സാധാരണ ഒരു വളരെ സീരിയസ് സിംഗർ ഒക്കെ ആണെങ്കിൽ കുറച്ച് കെയർഫുൾ ആയി ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് അടിച്ചു വിട്ടു. ഒരു സ്പെഷ്യൽ MJ അങ്കിളിന്റെ ഒരു സ്പെഷ്യൽ സോങ് ആണ് ഇത് അല്ലേ? എന്താണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ? ഒരു സ്പെഷ്യൽ സോങ് ആണുള്ളത് അല്ലേ? ആ സമയത്ത് യങ്സ്റ്റേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു പാട്ട് വേണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഇത്. ഇറ്റ്സ് നോട്ട് യുവർ യൂഷ്വൽ സ്റ്റൈൽ. അപ്പൊ ഒരു ഡിഫറെന്റ് ആയിരുന്നു അത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ അത്തരത്തിലുള്ള അവസരങ്ങൾ എനിക്ക് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനത്തെ പാട്ടുകൾ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സംതിങ് വെരി ഡിഫറെന്റ് ഫ്രം യു. ഇത് തന്നു. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ടാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. വെറും 10 മിനിറ്റ്. ഈ ഓർണമെന്റേഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഞാൻ തന്നെ പാടിയത്. എന്നിട്ട് അതിനെ ട്യൂക്ക് ചെയ്തു ഒരു ഓട്ടോ ട്യൂൺ. അത് ആ ഓർണമെന്റേഷൻ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താ ശരിക്കും? അതെന്താ വെച്ചാ പുതിയ കാലത്തില് പുതിയ ശബ്ദങ്ങളെ പല രീതിയിൽ പല ആൾക്കാരെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും അത്തരം എക്സ്പെരിമെന്റേഷൻസ് എന്റെ കോമ്പോസിഷൻസിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ നമ്മുടെ വാസുക്കുട്ടി തകർത്തി ഇവിടെ ഒരു പാട്ട് പറന്ന് പാടിയെന്നാണ്. മോളുടെ വോയിസ് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു ഇവിടേക്കാ. അതെങ്ങനെ വോയിസ് പറക്കുക? അങ്ങനെയാണ് പറക്കുക. ഇങ്ങനെ നടന്ന പോലെയാണ് പറക്കുന്നത്. ഇവിടെ മുഴുവൻ പറക്കണ്ടായിരുന്നു മോളെ സംഭവിച്ച പോലെ. അപ്പൊ പറഞ്ഞില്ലേ ചെറുപറവ. അതെ, ബ്യൂട്ടിഫുൾ ആയി മോളെ. ഞാൻ പാട്ട് പാടുമ്പോ വിചാരിച്ചു ഇതെന്തിനാ ഇങ്ങനെ ചിരിക്കണെന്ന്. ഞങ്ങളെ വിചാരിച്ചോ? നമുക്ക് ഇഷ്ടപ്പെട്ടു ആ പാട്ട്, ചെറുപറവാന്ന് പറഞ്ഞ പാട്ട്. മോളുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എൻജോയിങ്. ചിരിക്കാൻ പാടില്ലേ? പാടും. പാടും. വാസിക്കുട്ടി എന്താ എന്ത് ക്യൂട്ടായിട്ടാ പാടുന്നേ. താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടോ താങ്ക് യു. എല്ലാ ഭാഗവും. അതിന്റെ ഇടയിൽ ഒരു ഓ എന്തോ പാടിയല്ലോ, എന്തായിരുന്നു അത്? നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം കേക്കാൻ വേണ്ടിട്ട്. താങ്ക് യു. നല്ല ഭംഗിയായിട്ട് പാടി.
എനിക്കും ഇഷ്ടപ്പെട്ടത് ആ ചെറുപറവ കൂട്ടും. പിന്നെ ഒളിമിന്നും പ്ലാവിൽ നിന്ന് പാടിപ്പോയോ രാവിലിന് പകരം? അങ്ങനെ പാടിപ്പോയോ? എനിക്ക് അങ്ങനെ എന്തോ പ്ലാവിൽ നിന്ന് കേട്ട പോലെ തോന്നി എനിക്ക്. പിന്നെ മന്ദാര പൂ നിഴലൊളി വീശും വീശും നാടിയത് നല്ല രസമുണ്ടായിരുന്നു. എത്ര ദിവസം എടുത്തു? കഷ്ടപ്പെട്ട് പഠിച്ചല്ലോ. എത്ര ദിവസം എടുത്തു പഠിക്കാൻ? 2 ദിവസത്തിലാണ് ഇത്രയും പഠിച്ചേ. മിടുക്കി. ഒരു ഉഗ്രം കയ്യടി നമ്മുടെ വാസുകുട്ടിക്ക്. വാസുകുട്ടി എന്ത് പാടിയാലും കേൾക്കാൻ സുഖ. ശരിക്കും എം ജെ സർ ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പം യൂത്തിന്റെ അടുത്തേക്ക് എത്തണമെന്ന്. ഈ മൂവി ഇറങ്ങുമ്പോ ഞാൻ 10ാം ക്ലാസ്സിലാ. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഈ ഡെസ്കിന്റെ ചുറ്റും ഇരുന്നിട്ട് അത് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എത്തും. അതിൽ പുതിയൊരു സിംഗർ പാടിയില്ലേ ട്രിവാൻഡ്രം ലോഡ്ജിൽ? നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു സിംഗർ രാജേഷ് പാടി. മിടുക്കനാണ്. ആ സോങ് ഏതായിരുന്നു? കിളികൾ പറന്നതോ മൊഴികൾ വിടർന്നതോ തരരാരരാരാ കനവാണോ തരരാരിരാ. ബ്യൂട്ടിഫുൾ സോങ്. രാജേഷ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടും. ചിലപ്പോ ചില വോയിസ് ഒക്കെ SPB സാറിനെ പോലെ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലെ മലയാളത്തിലേക്ക് ആദ്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. അധികം പാട്ടുകളൊന്നും പാടിയില്ല. ഈസ് വെരി പോപ്പുലർ ഇൻ കന്നഡ. യെസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വാസുകുട്ടിയുടെ കാര്യം, കഥകൾ. അതെ കേട്ടോ വാസുകുട്ടി? അപ്പൊ ഇനി എന്ത് വേണം? മഴ പെയ്യിക്കണ്ടേ നമുക്ക്? ഇങ്ങനെ നോക്കണോ? മഴ പെയ്യിക്കണ്ടേ? യെസ്. ആര് മഴ പെയ്യിപ്പിക്കണം? അങ്ങനെ വരട്ടെ നമ്മുടെ വാസുകി കുട്ടിക്ക് ഒരു മധുര മഴ. എല്ലാ ഡയറി മിൽക്കും കൊണ്ടുപോയി. ബൈ, ഗുഡ് നൈറ്റ്. ഏയ് അതല്ല എം ജെ അങ്കിൾക്ക് ദേഷ്യം വന്നോന്ന് എല്ലാ ഡയറി മിൽക്കും എടുത്തോണ്ട് ദേഷ്യം വന്നോ? ഒന്ന് കൊടുത്തോ? എനിക്ക് ദേഷ്യം കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. അല്ല അത് കയ്യിൽ നിന്നുള്ളതല്ല കൊടുത്തത്. എന്നാ ശരി. ശരിയാക്കി തരാം. ഉമ്മ ബൈ.